മംഗളൂരുവിലെ സ്വിമ്മിംഗ് പൂളിൽ 3 യുവതികൾ മരിച്ച നിലയിൽ. ഉള്ളാളിലെ റിസോർട്ടിലാണ് മൈസൂരു സ്വദേശികളായ യുവതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേർന്നു. അരുണ, ഈ അപ്രതീക്ഷിത ആഴങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം കോൺസ്റ്റന്റായ വെള്ളമുള്ള റിസോർട്ടിലെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹത ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ടോ? സ്വാഭാവികമായ ഒരു മുങ്ങിമരണം എന്ന നിഗമനത്തിലാണോ ഉള്ളത്? വിവരങ്ങൾ. സുഹൈൽ, ദുരൂഹതയില്ല എന്നതാണ് മംഗളൂരു പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി റിസോർട്ടിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ CCTV ദൃശ്യത്തിലാണ് കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന കാര്യം തെളിയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഒരു യുവതിയാണ് ഈ സ്വിമ്മിംഗ് പൂളിൽ 6 അടിയോളം ആഴമുണ്ട്. അതായത് സ്വിമ്മിംഗ് പൂളിന്റെ ഒരു വശത്ത് 6 അടിയോളം ആഴമുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ആ ആഴത്തിലേക്ക് ആദ്യം ഒരു യുവതി മുങ്ങിപ്പോകുന്നു. ഈ യുവതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 യുവതികൾ ശ്രമിക്കുന്നത്. അതിനിടെ മറ്റ് 2 പേർ കൂടി അപകടത്തിൽപ്പെടുന്നു. അങ്ങനെയാണ് 3 പേരുടെ മരണം സംഭവിച്ചത് എന്നതാണ് മംഗളൂരു പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ച് അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച ഘട്ടത്തിലാണ് ഇതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ 3 അംഗ സംഘം, ഈ 3 യുവതികൾ ഈ ബീച്ച് റിസോർട്ട്, ഉള്ളാലിലെ ഈ ബീച്ച് റിസോർട്ടിൽ എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് പോലീസ് എന്തായാലും ഇപ്പോൾ പറയുന്നത്. ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. മൈസൂരു സ്വദേശികളായിട്ടുള്ള കീർത്തന, നിഷിത, അതോടൊപ്പം തന്നെ പാർവതി, ഈ 3 പേര് 20-21 വയസ്സുള്ള 3 യുവതികളാണ് നിലവിൽ ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചിട്ടുള്ളത്. അരുണേ, സമീപത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവർ വെള്ളത്തിലേക്ക് മുങ്ങി താഴുമ്പോൾ അത് കാണുകയും അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ഭാഗത്തിൽ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് സ്വിമ്മിംഗ് പൂളിൽ ആദ്യം അവർ ഇറങ്ങുന്ന ഭാഗത്ത് അവരുടെ പൊക്കത്തോളം മാത്രം വെള്ളമുണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആഴം ഇരിപ്പുണ്ട് എന്നൊരു അറിവില്ലായ്മ കൂടിയാണോ ഈ ഒരു അപകടത്തിലേക്ക് വഴി തുറന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹൈൽ, ഇതിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇവർക്ക് 3 പേർക്കും നീന്തൽ അറിയില്ല. ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു വശത്ത് വലിയ ആഴമില്ല. അവിടെയാണ് ആദ്യം ഇവർ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയത്. അതിലൊരു യുവതിയാണ് തൊട്ടപ്പുറത്ത്, അതായത് ഈ പൂളിന്റെ തന്നെ മറ്റൊരു വശത്ത് 6 അടിയോളം ആഴമുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ആ വശത്തേക്ക് ഒരു യുവതി മാത്രമാണ് ആദ്യം പോകുന്നത്. പെട്ടെന്ന് ആ യുവതി ആ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. ഇത് കണ്ടാണ് ഈ യുവതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത്. അവർ ആ ശ്രമത്തിനിടെ അവരും ആഴത്തിലേക്ക് പോകുന്നു. 3 പേരും മുങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. ആ CCTV ദൃശ്യത്തിൽ കൃത്യമായി തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസിന് ചില ദുരൂഹതകളൊക്കെ പോലീസ് സംശയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അവിടെ, മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അവിടെ എത്തി അതിന്റെ പരിശോധനകളൊക്കെ നടത്തിയത്, പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിനൊടുവിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതിലൂടെയാണ് നിലവിൽ ഇതിൽ മറ്റു ദുരൂഹതയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ CCTV ദൃശ്യത്തിൽ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ.